കാസർഗോഡ് തലപ്പാടിയിൽ ഇന്ന് നിയന്ത്രണം വിട്ട കർണാടക RTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് 6 മരണം. കർണാടക KC റോഡ് സ്വദേശികളായ നഫീസ, ഖദീജ, ആയിഷ, ഹസ്ന, ഹൈദരലി, ഹൗവമ്മ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 യാത്രക്കാർ ഇപ്പോൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേരള കർണാടക അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നടക്കുന്നത്. നിയന്ത്രണം വിട്ട കർണാടക SRTC ബസ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്കും പിന്നീട് തൊട്ടരികിൽ തന്നെ ബസ് കാത്തിരുന്ന യാത്രക്കാർക്കും നേരെ ഇടിച്ചു കയറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപകടത്തിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഒരേ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗമാരക്കാരി മുതൽ വയോധിക വരെ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് 2 ആളുകളുടെ മൃതദേഹം മംഗൽപാടിയിലെ സർക്കാർ ആശുപത്രിയിലേക്കും മറ്റുള്ളവരുടെ മൃതദേഹം മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്കുമായിരുന്നു എത്തിച്ചത്. പിന്നീട് കർണാടക സ്പീക്കർ കൂടിയായിട്ടുള്ള UT ഖാദറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കർണാടകയിലേക്ക് തന്നെ എത്തിക്കുകയായിരുന്നു, മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവിടെ സാധാരണ ആളുകൾ ഓവർസ്പീഡ് പോയാൽ അവരെ പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ബസ്സുകളായാലും മറ്റും എത്ര സ്പീഡിൽ ഓടിക്കാം. ഈ ഡ്രൈവേഴ്സിൻ്റെ ചെവിയിൽ എപ്പോഴും ഒരു ഇയർഫോൺ ഉണ്ടാവും. അവർ പാട്ട് കേട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വണ്ടി ഓടിക്കാറുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവരുടെ വായിൽ എപ്പോഴും പാൻപരാഗടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. ഇവിടെ വലിയ തോതിൽ സ്ഥിരമായി സമാന രീതിയിലുള്ള അപകടങ്ങൾക്ക് പല രീതിയിൽ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഭാഗ്യം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് പറഞ്ഞത്. ലഹരി വസ്തുക്കൾ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് കർണാടക SRTC ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട് ബോഡി പുറത്തേക്ക് ഉണ്ടായിരുന്നു, 2 ബോഡി ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഓടിയതുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു? ഇല്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങൾ അറിയില്ല, നമ്മളിവിടെ ലോറിയിൽ പോകുന്നതാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ സംഭവം കണ്ടാണ്, നമ്മളെ സൗണ്ട് കേട്ടിട്ട് വന്നാണ് കണ്ടത്. ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോട്ടൽ 6 പേര് മരിച്ച ആൾക്കാർ 6 പേര് ഓട്ടോറിക്ഷ ഉള്ള ആൾക്കാരാണ്. ഹൈദർ അലി പറയുന്ന ഓട്ടോ ഡ്രൈവർ, ഖദീജ, അസീഫ, പിന്നെ അതുപോലെ നസീമ, പിന്നെ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവമ്മ പറയുന്ന 72 ഇയർ ഓൾഡ് ഉള്ള ഒരു ലേഡി. മൊത്തം 6 പേരാണ് മരിച്ചത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.